ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ നല്ല മഴയാട്ടോ, നല്ല തകർപ്പ മഴയാണ്. രാത്രിയെന്നില്ല പകലെന്നില്ല, എപ്പോഴും മഴയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാന്നേ. അങ്ങനെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പുറത്ത് മഴയുടെ ലെവലും അതുപോലെ തന്നെ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ഞാനിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേ ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ പേരെനിക്കറിയില്ല. പണ്ട് ഞാൻ കൊറോണ ടൈമിലുണ്ടല്ലോ ഒരു വീട്ടിൽ റംബൂട്ടാൻ പറിക്കാൻ പോയപ്പോൾ അവിടുത്തെ ചേച്ചിയോട് ചോദിച്ച് മേടിച്ച ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് നട്ട് ഇപ്പോൾ ദേ കണ്ടില്ലേ നന്നായിട്ട് ഗ്രോ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ഗ്രോ ആവുകയും ചെയ്യും. ഫ്ലവറിങ്ങും പെട്ടെന്ന് വരും കേട്ടോ. ചെറിയ ചെറിയ പൂക്കളാണ്. നല്ല റെഡ് കളറാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറൊക്കെ. നല്ല ഭംഗിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്ലവറിംഗ് ഉള്ള ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട. സൺലൈറ്റ് മാത്രം കൊടുത്താൽ മതി. ഇപ്പം വാട്ടർ ഇപ്പോൾ എന്തോരം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം മഴയത്ത് ഇപ്പം നേരെ സൺലൈറ്റ് ഒക്കെ കൊണ്ട് നിൽക്കുന്നത് തന്നെ കാണാൻ പാടില്ലേ. അപ്പോൾ ഞാൻ ഇത് അങ്ങനെ ഒരുപാട് കെയറിങ് ഒന്നും കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്ന പ്ലാന്റ് അല്ല. പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഈ പ്ലാന്റിൻ്റെ പേരറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന് ഒരുപാട് കെയറിങ് ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇത് നട്ട് അത്യാവശ്യം ഒരു ചെറിയ ഗ്രോ ആകുമ്പോൾ തന്നെ ഇതിൽ ഫ്ലവറിങ് ഒക്കെ വരും കേട്ടോ. ഇത് സീസണൽ പ്ലാന്റ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ഇതൊരു വർഷത്തിൽ 365 ദിവസവും ഇതുപോലെ തന്നെ ഫ്ലവറിങ് ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് അത് നിൽക്കുന്നത് കാണാനായിട്ട്. പിന്നെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കി അത്യാവശ്യം മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മേലൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ വന്ന് ഫ്രിഡ്ജിൽ കുറച്ച് മീനുണ്ടായിരുന്നു. ഇന്ന് കിട്ടിയ മീനെന്ന് പറയുന്നത് ഈ ചെമ്മീനാട്ടോ. അപ്പം ഞാനത് എടുത്ത് ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മോളുടെ ഡ്രസ്സ് അവിടെ കിടക്കുകയാണ് കേട്ടോ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയുന്ന കാര്യവുമാണ്, ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈമിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഓരോന്ന് ഇടരുതെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ പിള്ളേരല്ലേ, അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടും. ആ ടൈമിൽ ഇതേ പൂച്ച വന്നിട്ട് എൻ്റെ കാലിന് ചുറ്റും വലെ വലെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കാം കേട്ടോ. മീൻ കൊണ്ടുവന്ന ടൈമിൽ തന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നൊരു കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാട്ടോ ഞാൻ അങ്ങനെ എടുത്തു വെച്ചത്. അപ്പോൾ ഞാൻ അത് കുറച്ച് നേരമായി ഫ്രിഡ്ജിലിരിക്കുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടാണ്. കാര്യം അത് ഐസ് ആയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ മീൻ ആ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ആ കവർ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയിട്ട് ഡ്രൈ ആക്കി ഞാനൊരു ചാക്കിൽ കെട്ടി വെക്കും. എന്നിട്ട് മന്ത്ലി ഹരിതകർമ്മസേനയിലെ കുടുംബശ്രീയുടെ അവർ വരും, എന്നിട്ട് അവർക്ക് എടുത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആ ഫിഷൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. ഇവിടെ ഇടയ്ക്കൊക്കെ ആട്ടോ ചെമ്മീൻ മേടിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഫിഷൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ ഇന്ന് മേടിച്ചത് ഒരു 1 kg ചെമ്മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. ഇതിൽ നല്ല മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനായിരുന്നു കേട്ടോ. അപ്പം നന്നാക്കി എടുക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. 1 kg മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലൊരു ഹാഫോളം എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പോർഷനാണ് ഞാൻ ഈ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നാക്കി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ കയ്യിൻ്റെ അവിടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞ് പൊട്ടു കേട്ടോ. പൊട്ടൂല, ജസ്റ്റ് ഒന്ന് ചൊറിയും. അപ്പോൾ എന്താ ചെയ്യുന്നേ? അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലാട്ടോ ചെമ്മീൻ ഉണ്ടാക്കുന്നത്. ഒരു ചെമ്മീൻ റോസ്റ്റാണ്. അതൊരു കിടുക്കാച്ചി രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ബീഫൊക്കെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് റോസ്റ്റ് ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയ രീതിയിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാണ് ഇന്ന് ഞാൻ ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ പൊതുവേ കുട്ടികൾക്ക് ചെമ്മീനൊക്കെ കറി വെച്ച് കൊടുത്താൽ ഇഷ്ടമല്ല കേട്ടോ. പൊതുവേ ചെമ്മീൻ എങ്ങനെയൊക്കെ കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ കുട്ടികൾക്ക് ഇങ്ങനെ ചാറ് കറി പോലെ കഴിക്കുന്നതിലും കൂടുതൽ ഫ്രൈ രൂപത്തിൽ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ സാധാരണ ഫിഷൊക്കെ പൊരിക്കൂലേ, മസാലയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കൂലേ, അതുപോലെ ഞാനിങ്ങനെ ചെമ്മീൻ പൊരിച്ചെടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതാണ് ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നോട് എപ്പോഴും ചെമ്മീൻ മേടിക്കുന്ന ടൈമിൽ, എപ്പോഴും മേടിക്കാറില്ല, ഈ മേടിക്കുന്ന ടൈമിൽ അതുപോലെ ഉണ്ടാക്കും, നീ അതുപോലെ ഉണ്ടാക്കി തന്നാൽ മതി ഞങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വീഡിയോയൊക്കെ നല്ല രീതിയിൽ പോകണമെങ്കിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ നടത്തണ്ടേ. അതുപോലെ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നല്ല ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. മഴ ജസ്റ്റ് ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ ആ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് കളഞ്ഞതാട്ടോ. പിന്നെ ഞാൻ നേരെ കയറി വന്നിട്ട് ആ ഫിഷൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഞാൻ ചെറുതായിട്ട് ഉപ്പ് എൻ്റെ കയ്യിൽ മറ്റേ ഉപ്പിൻ്റെ കല്ലില്ല കേട്ടോ. പൊടി ഇട്ടിട്ടാണ് ഞാൻ കഴുകിയെടുക്കാറ്. അങ്ങനെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. അത് ഗരം മസാല ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടി കേട്ടോ. ഇതൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 മണിക്കൂറൊക്കെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലത്.
എനിക്കിപ്പോൾ ഒത്തിരി നേരം വച്ചുകൊണ്ടിരിക്കാനുള്ള ടൈമില്ല കേട്ടോ. ലഞ്ചിനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് നേരം എല്ലാം കൂടി മാഗ്നേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മഴ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വീക്കേ ആയിട്ടുള്ളൂ. സ്കൂളും തുറന്നിട്ടില്ല. ഇനി സ്കൂൾ തുറക്കുമ്പോൾ എങ്ങനെയാവോ എങ്ങേതാവോ. രാവിലെ എണീക്കാൻ പൊതുവേ ഭയങ്കര മടിയാട്ടോ. മടിച്ചിയാണ്. ഇപ്പോൾ എന്താണെന്നറിയില്ല. കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്നത് കൊണ്ടാണ്. പിന്നെ സ്കൂള് തുറന്ന് പിള്ളേര് സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് പിള്ളേര് സ്കൂളിൽ പോകണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ നേരം വെളുത്ത് നേരത്തെ എണീച്ച് ഫുഡൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കും. ഇപ്പം ഈ മഴയും കൂടി വന്നപ്പോൾ ഉണ്ടല്ലോ രാവിലെ എണീക്കാൻ ഭയങ്കര മടിച്ചിയായിട്ടുണ്ട്. പിള്ളേരുടെ കാര്യം പിന്നെ പറയണോ? ഒന്നും പിന്നെ പറയാനില്ല. ചെമ്മീൻ റോസ്റ്റിന് ആവശ്യമായ ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കാം കേട്ടോ. സവാള, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ നന്നാക്കി എടുക്കുകയാണ്. പിന്നെ കൂടുതലും കൊച്ചുള്ളി എടുക്കുന്നതായിരിക്കും കേട്ടോ അതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. കാരണം കൊച്ചുള്ളി ചേർക്കുമ്പോൾ അതിപ്പോൾ ഏത് കറിക്കാണെങ്കിലും കൊച്ചുള്ളി ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അവിടെ നിന്നുകൊണ്ട് നന്നാക്കി എടുക്കുകയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു. കാരണം മുട്ടയാണ് ഇവിടെ കൂടുതലും ദിവസം ഉണ്ടാവുക. കാരണം ഇക്ക ഈ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ മുട്ട കഴിക്കണമെന്നൊക്കെ ഉള്ളത് നിർബന്ധമുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ മുട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കറി വയ്ക്കും. പിന്നെ ഞാൻ വന്നിട്ട് ദേ തേങ്ങ ഒന്ന് കൊത്തിയെടുക്കുകയാണ് കേട്ടോ. സാധാരണ ഞാനിവിടെ ഒരു തേങ്ങ പൊട്ടിക്കുകയാണെങ്കിലുണ്ടല്ലോ ചിരട്ട വേറെ അതിൻ്റെ ഉള്ളിലെ തേങ്ങ വേറെ, അതായത് കാമ്പ് വേറെ ആയിട്ട് വരാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാർഡാട്ടോ. സാധാരണ ഞാൻ ഇപ്പോൾ ഒന്ന് തേങ്ങ ചിരണ്ടി എടുക്കാൻ നോക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ ആ ജോയിൻറ്റ് വിട്ട് പെട്ടെന്ന് പോണതാണ്. പക്ഷേ ഇന്ന് എന്താണോ എന്നോടുള്ള ഒരു മധുര പ്രതികാരമാണോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാരണം തേങ്ങയ്ക്ക് വരെ എന്നോട് ശത്രുതയായിട്ടുണ്ട്. ഞാൻ കത്തി വെച്ച് കുത്തി നോക്കിയിട്ട് എത്ര കഷ്ടപ്പെട്ട് കുത്തിയിട്ടും അതിങ്ങനെ മുറിഞ്ഞു വരുന്നില്ലാന്നേ. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ആ കൂർത്ത കത്തി തന്നെ എടുത്ത് ഉള്ളീന്ന് ഇങ്ങനെ വരഞ്ഞ് കൊടുത്ത് പിന്നെ ഉള്ളീന്ന് പ്രസ് ചെയ്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഞാൻ ആ തേങ്ങ ഒന്ന് തേങ്ങ ഒരു ചെറിയ ചെറിയ പീസാക്കി എടുക്കാനായിട്ട്. കാരണം എൻ്റെ ഇന്നത്തെ ചെമ്മീൻ റോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റാണ്. കാരണം തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഉള്ള ഒരു റോസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ തേങ്ങാക്കൊത്ത് അങ്ങനെ തന്നെ വേണോ താനും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇന്ന് എന്നെ തേങ്ങയായിട്ട് ഭയങ്കര മൽപ്പിടുത്തമായിരുന്നു കേട്ടോ. പിന്നെ ദേ ഓരോന്ന് കുത്തിയെടുക്കും, അപ്പുറേട്ട് തെറിക്കും ഇപ്പുറേട്ട് തെറിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ തെറിച്ചതൊക്കെ പെറുക്കിയെടുത്ത് കൂട്ടി വെച്ച് ഞാൻ ഒന്ന് ഉണ്ടാക്കാണ്. ഇന്നത്തെ ഈ ചെമ്മീൻ റോസ്റ്റിൽ തേങ്ങാക്കൊത്ത് ഇടണമെന്നുള്ള ആ ഒരു ഐഡിയ വന്നത് എന്തുകൊണ്ട് തന്നെയാണെന്നറിയോ? സാധാരണ ഓരോ കുക്കിംഗ് വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൽ ബീഫ് റോസ്റ്റിൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ഇതായിട്ട് ഓരോ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ആലോചിച്ചു, എന്നാൽ പിന്നെ നമുക്ക് ചെമ്മീൻ റോസ്റ്റിൽ ഒരു തേങ്ങാക്കൊത്തിട്ട് പരീക്ഷിച്ചേക്കാം. എന്നാൽ ഇന്ന് ചെമ്മീൻ റോസ്റ്റിൽ തേങ്ങാക്കൊത്തിട്ടേക്കാം എന്നൊക്കെ വിചാരിച്ച് ഒരു കുക്കിംഗ് വീഡിയോ അങ്ങോട്ട് തട്ടിക്കൂട്ടണ്ട കേട്ടോ. പക്ഷേ തട്ടിക്കൂട്ടൽ ഒന്നുമല്ല. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അപാര ടേസ്റ്റ് ആട്ടോ. എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇതുപോലെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്നെ ഓടിച്ചിട്ട് തല്ലിക്കും. അത്രയും ഗ്യാരണ്ടിയാണ്, അത്ര ഉറപ്പാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പം ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വച്ചിരുന്ന ചെമ്മീനൊക്കെ ഞാൻ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിൽ ഞാനൊന്ന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇളക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ചെമ്മീൻ ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാണ്ടും ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ നമ്മൾ സാധാരണ ചിക്കനൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ചെമ്മീൻ ഇതുപോലെ പ്രത്യേകം ഫ്രൈ ചെയ്ത് അതിൻ്റെ എല്ലാ വശവും നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ. അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച് ഇതുപോലെ ഒരു റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഫിഷ് ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടുന്ന് മാറാൻ പാടില്ല. കാരണം അതിൻ്റെ മസാലയൊക്കെ ഉണ്ടല്ലോ വെളിച്ചെണ്ണയിൽ കിടന്ന് കരിഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ. കരിഞ്ഞ് പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. അപ്പോൾ നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ വലിപ്പം കുറഞ്ഞ മീനല്ലേ, ചെറിയ മീനല്ലേ, വലിയ മീനല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ബോഡിയൊക്കെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഞാൻ ഈ ചട്ടിയിലാട്ടോ, അതായത് മൺചട്ടിയിലാണ് ഞാൻ ഇന്ന് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. മൺചട്ടിയിൽ റോസ്റ്റ് ഉണ്ടാക്കിയാലുണ്ടല്ലോ പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ പലതരത്തിലുള്ള പാത്രങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതിലൊക്കെ വെക്കണേലും ടേസ്റ്റാട്ടോ നമ്മൾ ഈ മൺചട്ടിയിൽ വെക്കുമ്പോൾ. പണ്ടത്തെ ആളുകളൊക്കെ കണ്ടിട്ടില്ലേ കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് മൺചട്ടി തന്നെ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മായും വല്യമ്മായും ഒക്കെ ഈ മൺചട്ടികളിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാട്ടോ. ഈ പണ്ടത്തെ ആളുകളുടെ കുക്കിംഗ് ചെയ്യുമ്പോഴുള്ള ടേസ്റ്റൊന്നും ഇന്നത്തെ ആളുകൾക്ക് കിട്ടാറില്ല. പ്രത്യേകിച്ച്
ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡൊന്നും എനിക്ക് പൊതുവെ ഇഷ്ടമല്ല കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെയായിരിക്കും. സ്വന്തം കുക്ക് ചെയ്ത് കഴിക്കണേലും ടേസ്റ്റ് മറ്റുള്ളവർ കുക്ക് ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ അതുപോലെ കേട്ടോ എനിക്ക്. എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് എനിക്ക് ഭയങ്കര അമൃതമാണ് അമൃത്. പക്ഷേ അതേസമയം ഞാനിപ്പോൾ എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ഒരു ടേസ്റ്റും തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് ചൂടായി, പിന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ട് ആ ഉലുവ ഒന്ന് പൊട്ടി വന്നപ്പോൾ, പൊട്ടാനൊന്നുമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കറുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ തേങ്ങയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. തേങ്ങയെന്ന് പറയുമ്പോൾ സവാളേനേക്കാൾ കൂടുതൽ ഒന്ന് വറവ് വേണം. അതുകൊണ്ട് തന്നെ തേങ്ങ ഒന്ന് വറുത്ത് ഒന്ന് ഈ ബ്രൗൺ നിറമാകുമ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതും കൂടി അങ്ങോട്ട് ആഡ് ചെയ്തു കേട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി കുറച്ചായിട്ടേ ചേർക്കുന്നുള്ളൂ. ഞാൻ പൊതുവേ ഫിഷിൻ്റെ ഏത് ഐറ്റംസ് ഉണ്ടാക്കിയാലും വെളുത്തുള്ളിയുടെ അളവ് കുറവായിരിക്കും കേട്ടോ എനിക്ക്. കാരണം ഒരു 2, 3 അല്ലിയൊക്കെയാണ് ഞാൻ ഇടാറുള്ളൂ. അതിനെ അപേക്ഷിച്ച് ഇഞ്ചി കൂടുതൽ ഞാൻ ചേർക്കാറുണ്ട്. പൊതുവേ വെളുത്തുള്ളിയാണ് കൂടുതലും കറികളിൽ ചേർക്കേണ്ടത്. കാരണം വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ വെളുത്തുള്ളി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. തക്കാളി ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ. തക്കാളി ഞാൻ ഈ സവാളയും കൊച്ചുള്ളിയൊക്കെ ഒന്ന് വെന്ത് വഴറ്റി ഒരു ചെറിയ ബ്രൗൺ കളറായതിന് ശേഷം മാത്രമാണ് തക്കാളി ചേർക്കുന്നുള്ളൂ. തക്കാളി മെയിനായിട്ട് ചേർക്കുന്നത് ഈ പുളിയുടെ അംശം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾറെഡി ഞാൻ ഇതിൽ കുടംപുളിയില്ലേ, മീനിലൊക്കെ ഇടുന്ന കുടംപുളി, അത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഒരു 2, 3 അല്ലി മാത്രമാണ് ഇടുന്നുള്ളൂ. പിന്നെ തക്കാളി ചേർക്കുന്നത് കൊണ്ട് അത്യാവശ്യം പുളിയൊക്കെ വന്നോളും. പിന്നെ അതേ ആ ടൈമിൽ ഞാൻ കറിവേപ്പില ഇടാം കേട്ടോ. എൻ്റെ കറിവേപ്പില ഇല്ലാത്ത ഒറ്റ കറിയും എനിക്കില്ല കേട്ടോ. ഞാൻ ധാരാളം കറിവേപ്പില ഇടും. പിന്നെ ഇതിൻ്റെ കൂടെ, അതായത് ഇത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടില്ലേ, ആ ടൈമിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോഴും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറിവേപ്പില ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കറിവേപ്പില ചേർക്കുന്നത്. പക്ഷേ ഫുഡ് കഴിക്കുന്ന ടൈമിലുണ്ടല്ലോ കറിവേപ്പിലയൊക്കെ ഞാനാണെങ്കിലും കുട്ടികളാണെങ്കിലും കായാണെങ്കിലും ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ച് കളയും കേട്ടോ. ഇപ്പം ഞാൻ തക്കാളിയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ തട്ടിപ്പൊത്തി അങ്ങോട്ട് ചട്ടിയിൽ തന്നെ വയ്ക്കുകയാണ് കേട്ടോ. ഇത് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് തീ കൂട്ടിയിട്ടിട്ട് കുക്ക് ചെയ്യരുത്. അത് കത്ത് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പൊതുവെ നോൺ വെജ് ഐറ്റംസൊക്കെ ഗ്യാസ് കുറച്ചിട്ടിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ആ ടൈമിലുണ്ടല്ലോ ഞാൻ കൊടപ്പുളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. വെള്ളം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം, അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് മുളക് പൊടി ഒരു 2 ടീസ്പൂണോളം, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചേർത്ത് കൊടുത്തത് കായപ്പൊടി ആട്ടോ. കായപ്പൊടി ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഒരുപാട് ചേർക്കരുത്, എന്നാൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ ഞാൻ നേരത്തെ ഫിഷ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചില്ലേ, അപ്പോഴും ഞാൻ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കായപ്പൊടി ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. കായപ്പൊടി ഞാൻ ഇപ്പോഴാണ് ഈ ചേർത്ത് കൊടുത്തത്. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത്, പിന്നെ കുറച്ച് ഓയിലും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി അങ്ങോട്ട് വച്ചു. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളം കേട്ടോ. ഞാൻ നേരത്തെ കുടപ്പുളി ഇട്ടില്ല, അതിൻ്റെ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ മസാല ഉണ്ടല്ലോ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും. ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഈ മീനിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക സ്വാദായിരിക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഈ മസാല ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഒഴിച്ച ആ മസാല അതിലിരുന്ന് ചട്ടിയിൽ തന്നെ ഇരുന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം മാത്രമാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു 2, 3 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ അത് തിളച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫിഷ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണേ. ഈ ടൈമിൽ ഞാൻ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വേറെ ഒരു പരിപാടിയുമില്ല. ഇനി ഈ മസാല കിടന്ന് ചെമ്മീനും മസാലയൊക്കെ കൊഴിഞ്ഞ് മറിഞ്ഞ് ഒരു പരിവമാവണം. അതുവരെ നമ്മൾ ഇത് ചെറിയ തീയിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ മൂടി വെച്ച് കൊടുത്ത് ഇത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ടൈമിൽ കുറച്ച് വെള്ളം വേണമെന്ന് എനിക്ക് തോന്നി. കാരണം ആ ചെമ്മീനൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ട് ആ മസാലയിലേക്കൊക്കെ ചെമ്മീൻ നന്നായിട്ട് പിടിച്ച് ഒരു പരിവാവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തത്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ പിന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ വെന്ത് നല്ല സെറ്റായിട്ട് വരും കേട്ടോ. ആ വെള്ളം അതിൽ കിടന്ന് തന്നെ വറ്റണം. പിന്നെ ഞാൻ വേഗം പുറത്ത് പോയിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് മല്ലിയില, ഈ മല്ലിയില ഉണ്ടല്ലോ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന മല്ലിയിലയാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ പച്ചക്കറി കടയിൽ
കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധാ മല്ലിയിലയില്ലേ അതിലും നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ കുറേ നട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ മഴയൊക്കെ ആയിട്ട് എന്തോ വാടിയൊക്കെ പോയി. ഇപ്പോൾ ഈ ആകെ ഈ ഒരു ചോടുള്ളൂ. ഇനി എനിക്ക് അതൊക്കെ ഒന്ന് നട്ട് സെറ്റാക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ലീഫ് 2 എണ്ണം എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ മേലെ കൂടെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ലീഫിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മറ്റേ മല്ലിയിലയില്ലേ അതിലും നല്ല ടേസ്റ്റാണിത്. അതും കൂടി കട്ട് ചെയ്ത് അതിൻ്റെ മേലെ കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ പോലും ഇത്രയും നല്ല ടേസ്റ്റിൽ ചെമ്മീൻ റോസ്റ്റ് കിട്ടാറില്ല. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഈ രീതിയിൽ ഒന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് അപ്പം, പുട്ട്, പത്തിരി, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് നേരം അടപ്പത്ത് വയ്ക്കണ്ട. ഇനി അത് നമുക്ക് എടുക്കാം. ഇനി വേണമെങ്കിലുണ്ടല്ലോ കുറച്ച് ഓയിൽ, അതായത് നാടൻ വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കണവർക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതിൽ ചേർക്കുന്നില്ല. ഓൾറെഡി ഞാൻ ഒരുപാട് ഓയിൽ ഇതിൽ കുക്ക് ചെയ്തതാണ്. ചെമ്മീൻ ഫ്രൈ ഒക്കെ ചെയ്തതല്ല. അപ്പോൾ ഒരുപാട് ഓയിൽ കണ്ടൻറ്റ് അതിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ആഡ് ചെയ്തൊന്നും കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാനതെടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കളർ പോലെ തന്നെ ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുമ്പോഴും. അപ്പോൾ ഇവിടെ റെഡി ആയേക്കണ ഈ ചെമ്മീൻ റോസ്റ്റ് കിടുക്കാച്ചയായിട്ടാണ്. ഞാൻ കൂടുതലായിട്ട് വർണ്ണിക്കുന്നില്ല. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ലഞ്ചിൻ്റെ ബാക്കിയുള്ള കറികളും കാര്യങ്ങളും ഞാൻ ലഞ്ച് കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി കുറച്ച് മാങ്ങയുണ്ട്. അത് അടുത്തുള്ളൊരു ചേട്ടൻ്റെ മാങ്ങ കേട്ടോ. ആ ചേട്ടൻ എന്നോട് പറഞ്ഞതാണ് പറിച്ചോന്ന്. അപ്പോൾ വെറുതെ ചാടി പോവാണ്. അപ്പോൾ ഞാൻ കയറിയിട്ട് അങ്ങോട്ട് പറിച്ചെടുക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ. നല്ല മഴയാണ് കേട്ടോ. നന്നായിട്ട് മഴയൊക്കെ നനഞ്ഞ് മാങ്ങയൊക്കെ പറിച്ചെടുത്തു. ഇനി കുറച്ച് മാങ്ങയും കൂടി അതിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ പോകാണ്. ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ലഞ്ചിനായിട്ട് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഫസ്റ്റ് കണ്ടത് പരിപ്പ് കറി കേട്ടോ. പരിപ്പ് കറി ജസ്റ്റ് ഉള്ളി ചുമ്മാ കുത്തി താളിച്ചെടുത്തതാണ്. പിന്നെ മാമ്പഴ പുളിശ്ശേരി, ചെമ്മീൻ റോസ്റ്റ്, അച്ചാറ്, കടച്ചക്ക ഒലുത്തത്. ഇപ്പോൾ കടച്ചക്ക ഉണ്ടായതുകൊണ്ട് തന്നെ സ്ഥിരം കടച്ചക്കയാട്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് സ്പെഷ്യൽ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തവർ പിന്നെയും ഇനിയും സപ്പോർട്ട് ചെയ്യണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. സീ യു.